ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ലേണിംഗ്. സോ ജെഎംഒയുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്പർ തിയറി എന്നുള്ള ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്പർ തിയറിയുടെ ക്ലാസ്സസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി വാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക, നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അതിനു മുമ്പേ നിങ്ങൾ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജെഎംഒക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം. എ പോൾ ഈസ് പെയിന്റഡ് ഇൻ 3 colors. 1/4 of it is red, 1/3 is blue, and the remaining 25 meters is green. Okay, find the total length of the pole. അപ്പോൾ പോളിന്റെ ടോട്ടൽ ലെങ്ത് ഞാൻ കൺസിഡർ ചെയ്യാണ് ഒരു 1x ആണെന്ന് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കാം. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഒരു 1x എന്നോ അല്ലെങ്കിൽ ഡയറക്ട്ലി x എന്നോ കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ എത്ര ഭാഗമാണ് റെഡ് വരുന്നത്? റെഡ് നോക്കാം, അതിന്റെ 1/4 ഭാഗമാണ്. ദാറ്റ് മീൻസ് 1/4 ഓഫ് x. ഓക്കെ, ഇനി ബ്ലൂ ആണെങ്കിലോ അതിന്റെ 1/3. സോ ബ്ലൂ 1/3 ഓഫ് x. ഇനി ബാക്കി വരുന്നതാണ് ഗ്രീന്. ആ ഗ്രീന് 25 മീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഹിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ബാക്കി വരുന്ന ലെങ്ത് ആണ് അവിടെ 25 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി ഏകദേശം എത്രയാണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അതായത് 1/4 x-ഉം 1/3 x-ഉം ഏകദേശം എത്രയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ 1/4 x എന്ന് പറഞ്ഞാൽ എന്താ? x/4 തന്നെയാണ്. പ്ലസ് 1/3 x എന്ന് പറഞ്ഞാൽ x/3 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 3 × x 3x ആണ്. പ്ലസ് 4 × x 4x ആണ്. നിങ്ങൾക്ക് ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ അറിയും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ 4 × 3 12 ആണ്. ദാറ്റ് മീൻസ് 3x + 4x 7x ആണ്. 7x ഡിവൈഡഡ് ബൈ 12 എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ടോട്ടൽ വരുന്നത് 7x ഡിവൈഡഡ് ബൈ 12 ആണ്. ടോട്ടൽ ആ ഒരു പോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1x ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഈ റെഡും ബ്ലൂവും കൂടിയാണ് നമുക്ക് എത്ര കിട്ടിയത്? 7x ഡിവൈഡ് ബൈ 12 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഗ്രീന് മാത്രം എത്രയായിരിക്കും? ഈ 1x-ൽ നിന്ന് ജസ്റ്റ് ഈ ഒരു 7x ഡിവൈഡഡ് ബൈ 12 ഒന്ന് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മുടെ ആൻസർ എങ്ങനെ വരും? 1x മൈനസ് 7x ഡിവൈഡഡ് ബൈ 12. ഓക്കെ, 1x-നെ എനിക്ക് 1x ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. 7x ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്ററിൽ 12 ആണ്. അപ്പൊ എനിക്ക് ഇവിടെയും ഡിനോമിനേറ്ററിൽ 12 ആക്കണം. ഓക്കെ, എന്തിനാണ് ഞാൻ അങ്ങനെ ഡിനോമിനേറ്ററിൽ 12 ആക്കുന്നത്? അതിനെ ലൈക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ലൈക്ക് ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ എനിക്കുള്ള ബെനിഫിറ്റ് എന്താണ്? അവിടെ ഈസിലി ന്യൂമറേറ്റർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആഡോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ ഈസിലി ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെയായിരിക്കും എനിക്ക് ആൻസർ കിട്ടുന്നുണ്ടായിരിക്കുക? 12x ഡിവൈഡഡ് ബൈ 12 മൈനസ് 7x ഡിവൈഡഡ് ബൈ 12. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 12x മൈനസ് 7x എന്ന് പറയുന്നത് 5x ആണ്. ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ബാക്കിയുള്ള 5x ഡിവൈഡഡ് ബൈ 12 ആണ് ഗ്രീന് വരുന്നത്. ഓക്കെ, അപ്പൊ ഗ്രീന് ഓൾറെഡി എത്ര വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്? 25 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറഞ്ഞൂടെ? വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? 5x ഡിവൈഡഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 25 ആണല്ലോ. അപ്പോ അവിടെ അൽജിബ്രായിക്കലി പറയുകയാണെങ്കിൽ എത്രയാണ് ബാക്കിയുള്ളത്? 5x ഡിവൈഡ് ബൈ 12 ആണ്. കാരണം ബാക്കിയുള്ളത് രണ്ടും ഏതൊക്കെ വന്നു? റെഡും അതുപോലെ തന്നെ ബ്ലൂവും നമുക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഗ്രീൻ ആണ്. ആ ഗ്രീൻ ആണ് ഇത്രയും വരുന്നത്. ഗ്രീന്റെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് 25 മീറ്റർ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5x ബൈ 12 ഈസ് ഈക്വൽ ടു 25 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 5x ഈസ് ഈക്വൽ ടു 12നെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 25 × 12 എന്നായി. ഓക്കെ, നമുക്കത് ചെയ്യണമെന്ന് നിർബന്ധമല്ല, കാരണം ഇനിയും നമുക്ക് 5നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുണ്ട്. സോ സിംപ്ലിഫിക്കേഷൻ നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ x ഈസ് ഈക്വൽ ടു എന്താ വരാ? 25 × 12. ഇവിടെ 5 × x ആയിരുന്നു, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ഡിവൈഡഡ് ബൈ 5. ഓക്കെ, 25 ബൈ 5 എന്ന് പറയുന്നത് 5 ആണ്. സോ x ഈസ് ഈക്വൽ ടു 5 × 12 ഈക്വൽ ടു 60 മീറ്റർ ആണ് എന്ത് ചെയ്യുക? റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുന്നുണ്ട്. 60 മീറ്റർ ആണ് ആ ഒരു പോളിന്റെ ടോട്ടൽ ലെങ്ത് എന്ത് ചെയ്യുക? വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാലോ. യെസ്, നോക്കാം. A trader mixes
2 varieties of rice costing 40 and 60 per kg in the ratio 3:2 and sells the mixture at 55 per kg. Find his profit percentage. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഒരു ട്രേഡറിന്റെ കയ്യിൽ 2 റൈസ് വെറൈറ്റി ഉണ്ട്. അപ്പോൾ അവിടെ അതിന്റെ പ്രൈസസ് എത്രയൊക്കെയാണ് വരുന്നത്? 40യും അതുപോലെ തന്നെ 60യും ആണ്. അത് മിക്സപ്പ് ചെയ്യുന്ന റേഷ്യോ ആണ് 3:2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്ലാസിക് വെയ്റ്റ് ആവറേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോർമൽ ആവറേജ് അല്ല, വെയ്റ്റഡ് ആവറേജ്. കാരണം ഇവിടെ ഇത് രണ്ടും ഒരേ അളവിൽ തന്നെയാണോ എടുക്കുന്നത്? അല്ല, 3:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അതായത് അതിന്റെ വെയിറ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ വെയ്റ്റ് ആവറേജിന്റെ ഇക്വേഷൻ എന്താ? നമുക്ക് AW എന്ന് വെയ്റ്റ് ആവറേജിനെ റെപ്രസെന്റ് ചെയ്യാം. AW വെയ്റ്റ് ആവറേജ് ഇസ് ഈക്വൽ ടു A1 ഇൻറ്റു W1 പ്ലസ് A2 ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2. ഇതാണ് വെയ്റ്റ് ആവറേജിന്റെ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടി ജസ്റ്റ് മിക്സപ്പ് ചെയ്തിട്ട് ആവറേജ് ഒരു കിലോ റൈസിന് അല്ലെങ്കിൽ 1 കിലോ റൈസിന് ഏകദേശം എത്ര രൂപ വരും അല്ലേ? ഇപ്പൊ ഇത് 2 ഡിഫറെന്റ് പൈസയുള്ള വെറൈറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സപ്പ് ചെയ്യുന്നത്. അത് രണ്ടും ഒരേ അളവിലും അല്ല നമ്മൾ മിക്സപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പറഞ്ഞ അളവിൽ ഇവർ പറയുന്ന റേഷ്യോയില് 3:2 എന്ന് പറയുന്ന റേഷ്യോയില് നമ്മൾ മിക്സപ്പ് ചെയ്യുന്ന സമയത്ത് അൾട്ടിമേറ്റ്ലി ആവറേജ്ലി നമുക്ക് 1 കിലോന് എത്ര രൂപയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു വെയ്റ്റ് ആവറേജിന്റെ ഇക്വേഷനിലൂടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന AW എന്ന് പറയുന്നത് അവിടെ കിട്ടുന്ന ഓരോ കിലോ റൈസിന്റെയും ആവറേജ് പ്രൈസ് ആണ്. ഓക്കെ, ഇവിടെ W1 അതുപോലെ തന്നെ W2 എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ W1 എന്ന് പറയുന്നത് നമുക്ക് 3 ആക്കി എടുക്കാം, W2 എന്ന് പറയുന്നത് നമുക്ക് എന്താക്കി എടുക്കാം? 2 ആക്കിയിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ 3 കമ്പോണന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ 2 കമ്പോണന്റ് ആണ്, ഇപ്പൊ 2 നമ്മൾ മിക്സപ്പ് ചെയ്യുന്നത് അല്ലെ. 3 കമ്പോണന്റ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിട്ട് കൂടും? A1 ഇൻറ്റു W1 പ്ലസ് A2 ഇൻറ്റു W2 പ്ലസ് A3 ഇൻറ്റു W3 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2 പ്ലസ് W3 എന്നായിട്ട് മാറുമായിരുന്നു. 4 കമ്പോണന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെ കൂടും. അപ്പൊ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് 2 കമ്പോണന്റ് ആണുള്ളത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? എടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കാം. AW ഇസ് ഈക്വൽ ടു A1 ഫസ്റ്റ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 ആണ്, ഇൻറ്റു അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് W1 3 ആണ്, പ്ലസ് A2 രണ്ടാമത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 ആണ്, അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്, ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2 അല്ലേ? W1 പ്ലസ് W2. ക്ലിയർ അല്ലേ? ഇനി 40 ഇൻറ്റു 3 120 ആണ്, പ്ലസ് 60 ഇൻറ്റു 2 അതും 120 ആണ്, ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 120 പ്ലസ് 120 120 പ്ലസ് 120 240 ആണ്. 240 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു എത്രയാണ് വരിക? 48 ആണ്. 48 റുപ്പീസ് ആണ് പെർ kg. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുമ്പോൾ ആവറേജ് കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, 48 പെർ kg ആണ്. ഇനി അദ്ദേഹം വിൽക്കുന്നത് 55 പെർ kgക്കാണ്. ഒബ്വിയസ്ലി അദ്ദേഹത്തിന് എന്തുണ്ടാവുന്നുണ്ട്? പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ചിന്തിക്കാം, നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്ര ആക്കി കാൽക്കുലേറ്റ് ചെയ്യാം? 48 ആക്കിയിട്ട് നമ്മൾ ഓൾറെഡി അത് കണ്ടെത്തിയതാണ്. അതുപോലെ തന്നെ അദ്ദേഹം വിൽക്കുന്ന പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. അദ്ദേഹത്തിന് എത്ര രൂപയാണ് 1 കിലോന് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്? പ്രോഫിറ്റ് എത്രയാണ് ഉണ്ടാവുന്നത്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു അദ്ദേഹം വിറ്റ തുക 55ൽ നിന്ന് 48 ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 7 റുപ്പീസ് ആണ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് അല്ലേ? അപ്പൊ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇക്വേഷൻ എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7 രൂപയാണ്, ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 48 റുപ്പീസ് ആണ്, ഇൻറ്റു 100. ഓക്കെ, 7 ഇൻറ്റു 100 700 ആണ്. 700 ഡിവൈഡഡ് ബൈ 48 ആണ് നമുക്ക് എന്ത് ചെയ്യുക? റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് 700 ഡിവൈഡ് ബൈ 48 എത്രയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. 700 ഡിവൈഡഡ് ബൈ 48. 70ൽ എത്ര 48 ഉണ്ട്? 1 ആണ്. 1 ഇൻറ്റു 48 48 വന്നു. ബാക്കി റിമൈൻഡർ ആയിട്ട് നമുക്ക് എത്ര വരും? നമുക്ക് 22 വരും. 22 ഒരു 0 കൂടി വന്നു. ദാറ്റ് മീൻസ് 220 വരും. ഓക്കെ ആണല്ലോ? 220ൽ എത്ര 48 ഉണ്ട്? 4 ആണ് അല്ലേ? 4 ഇൻറ്റു 48 4 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 ആണ്. അതിൽ നിന്നൊരു 8 കുറച്ചാൽ മതി. ദാറ്റ് മീൻസ് 192 ആയിരിക്കും. 192 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ റിമൈൻഡർ ആയിട്ട് എത്ര വരും? അവിടെ 28 നമുക്ക് റിമൈൻഡർ ആയിട്ട് വരും. 28ൽ 48 പോവോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇവിടെ 28 ആക്കി കൊടുക്കാം. അതിൻ്റെ പകരമായിട്ട് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒരു ഡെസിമൽ പോയിന്റ് ഇടാൻ പറ്റും. 28ൽ എത്ര 48 പോവും? 5 ആണ് അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 48 എന്ന് പറയുന്നത്, അതായത് 480യുടെ ഹാഫ് 240 ആണ്. 240
ബാക്കി 40 വന്നു. അപ്പൊ ഏകദേശം ഒരു 14.5%, ഞാൻ എക്സാക്ട് ഡെസിമൽ എടുക്കുന്നില്ല, ഏകദേശം ഒരു 14.5% ആണ് അദ്ദേഹത്തിന് എന്തുണ്ടാവുന്നത്, അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ നോക്കാം, 14.5% ആണ് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ ക്ലിയർ ആണ്. അതുപോലെ തന്നെ വെയിറ്റ് ആവറേജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ എന്ത് ചെയ്യാണ്, വിശ്വസിക്കുകയാണ്. അപ്പൊ വെയിറ്റ് ആവറേജ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക, ഡിഫറെന്റ് വെയിറ്റുകൾ തമ്മിലാണ് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു റൈസ് വെറൈറ്റി ഉണ്ട്, അതിന്റെ വില 40 രൂപയാണ്. രണ്ടാമത്തെ റൈസ് വെറൈറ്റി ഉണ്ട്, അതിന്റെ വില 60 രൂപയാണ്. ഓക്കെ, രണ്ടും നമ്മൾ 1 kg വീതമാണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ വെയിറ്റ് സെയിം ആണ്. ഒന്നും 1 kg ആണ് എടുക്കുന്നത്, രണ്ടാമത്തതും 1 kg ആണ് എടുക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് വെയിറ്റ് ആവറേജ് എടുക്കേണ്ട ആവശ്യമില്ല, നോർമൽ ആവറേജ് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഈവൻ വെയിറ്റ് ആവറേജ് എടുത്താലും ആൻസർ മാറുന്നില്ല, നമ്മുടെ നോർമൽ ആവറേജ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. എ നമ്പർ when divided by 899 gives a remainder of 63. What remainder will it give when divided by 29? ഓക്കെ, അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്ന കാര്യം നോക്കാം. ഒരു നമ്പറിനെ നമ്മൾ 899 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 63 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു നമ്പറിനെ തന്നെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 899ന്റെ ഒരു ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത്, 29 എന്ന് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ആ ഒരു നമ്പറിനെ 29 ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് 63യെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന റിമൈൻഡറിന് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഇവർ ഈ പറയുന്ന കണ്ടീഷന് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു നമ്പർ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇവർ പറയുന്നത് എന്താ, 899 ഒരു നമ്പറിന് എന്ത് ചെയ്യാണ്, നമ്മൾ 899 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ 899 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 63 ആണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ആ ഒരു നമ്പർ ഏതാന്ന് കൺസിഡർ ചെയ്യാണ്, 962 ആണെന്ന് കൺസിഡർ ചെയ്യാണ്. അപ്പൊ സാറിന് എങ്ങനെ റാൻഡംലി ഒരു 962 എടുക്കാൻ പറ്റുക? ഞാൻ റാൻഡംലി എടുത്തതല്ല, നിങ്ങൾ 962നെ 899 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും, 63 ആയിരിക്കും. കാരണം ഞാൻ എന്താ 899നോട് ഞാൻ 63 ആഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 899 വരെ പോവും, ബാക്കി നമുക്ക് വരുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 63 ആണ്. അപ്പോൾ ആ ഒരു ലോജിക്കലാണ്, അല്ലാതെ വെറുതെ ഒരു റാൻഡം നമ്പർ ഞാൻ ആദ്യം നോക്കി വന്ന് എന്ത് ചെയ്തതല്ല, എടുത്തതല്ല, ബേസ് ലോജിക്കാണ്. ഓക്കെ, അപ്പം ഇനി എനിക്ക് ജസ്റ്റ് നോക്കാനുള്ളത് ഈ 962നെ ജസ്റ്റ് ഞാൻ 29നോട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്രയാണ് റിമൈൻഡർ വരിക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നോക്കുക, 962നെ ഞാൻ 29നോട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, 96ൽ എത്ര 29 ഉണ്ട്, 3 ആണ്. 3 × 29, 3 × 30 എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പോൾ 3 × 29 എന്ന് പറയുമ്പോൾ 87 ആണ് വരിക. ഓക്കെ, ബാക്കി എത്ര റിമൈൻഡർ വരുന്നത്, നമുക്ക് 9 ആണ് വരുന്നത്, ആണല്ലോ. ഇനി അടുത്തത് 92 ആണ് വരുന്നത്. 92ൽ എത്ര 29 ഉണ്ട്, 3 ആണ്. 3 × 29 87 ആണ്. റിമൈൻഡർ ആയിട്ട് നമുക്ക് 5 വന്നു. സോ ദിസ് 5 വിൽ ബി യുവർ ആൻസർ. നമ്മളോട് റിമൈൻഡർ ആണ് ചോദിച്ചിട്ടുള്ളത്, 5 ആണ് ആൻസർ. ഇനി ഈ 5നെ നിങ്ങൾക്ക് 63യെ 29നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 63 ഡിവൈഡഡ് ബൈ 29. ഓക്കെ, 29 ഫസ്റ്റ് മൾട്ടിപ്പിൾ, 29 × 1 എന്ന് പറയുന്നത് 29 ആണ്. 29 × 2 എന്ന് പറയുന്നത് 58 ആണ്. ഓക്കെ, 63 - 58 റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ്. സോ ഈ ഒരു സെയിം ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെങ്ങനെ പോസിബിൾ ആവുന്നത്, ഇവിടെ 899ന്റെ ഒരു ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത്, 29 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് ദ 5-digit നമ്പർ 7A43B ഈസ് ഡിവിസിബിൾ ബൈ 45, ഫൈൻഡ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് A ആൻഡ് B. അപ്പൊ തന്നിരിക്കുന്ന നമ്പർ നോക്കുക, 7A43B. ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് 45 കൊണ്ട് ഡിവിസിബിൾ ആണ്. എടാ, ഒരു നമ്പർ 45 കൊണ്ട് ഡിവിസിബിൾ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടൊക്കെ ഡിവിസിബിൾ ആവണം, 9 കൊണ്ടും ഡിവിസിബിൾ ആവണം, അതുപോലെ തന്നെ 5 കൊണ്ടും ഡിവിസിബിൾ ആവണം. 9 × 5 ആണ് എന്തെന്ന് പറയുന്നത്, 45 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാറേ ഒരു നമ്പർ 45 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ജസ്റ്റ് 15 × 3 എന്ന് എടുക്കാൻ പറ്റുമോ? കാരണം 15 × 3 എന്ന് പറഞ്ഞാലും 15 × 3 എന്നല്ല, 15 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതിയോ എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. കാരണം ഇവിടെ 9 × 5 ആണ് 45 എന്ന് പറയുന്നത്.
ഇവിടെ 15 × 3 എന്ന് പറഞ്ഞാലും 45 തന്നെയാണ്. ബട്ട് 15 × 3 നിങ്ങൾക്ക് അല്ലെങ്കിൽ 15ഉം 3ഉം മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 45ന്റെ ഡിവിസിബിലിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ എന്താ, അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മൾ എടുക്കുന്ന രണ്ട് നമ്പേഴ്സ്? ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഈ രണ്ട് നമ്പർ നോക്കാം, 9ഉം 5ഉം. അത് റിലേറ്റീവ്ലി പ്രൈം നമ്പർ ആണ്, അല്ല എന്നുണ്ടെങ്കിൽ കോ പ്രൈം നമ്പർ ആണ്. അങ്ങനെ പറയുമ്പോൾ ബട്ട് 9ന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, 5നും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 9നും 5നും കോമൺലി വരുന്ന ഫാക്ടർ ഏതാണുള്ളത്? 1 മാത്രമാണ്. അതല്ലാതെ 9നും 5നും കോമൺലി വരുന്ന ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് 9ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം നമ്പർ ആണ്, അല്ല എന്നുണ്ടെങ്കിൽ കോ പ്രൈം നമ്പർ ആണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്നാൽ ഇവിടെ നമ്മൾ 15ന്റെയും അതുപോലെ തന്നെ 3ന്റെയും കേസ് നോക്കാം. ഓക്കെ, 3ന്റെ ഒരു ഫാക്ടറാണ് 3, 15ന്റെയും ഒരു ഫാക്ടറാണ് 3. ദാറ്റ് മീൻസ് ആ രണ്ട് നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം അല്ല, അല്ല എന്നുണ്ടെങ്കിൽ കോ പ്രൈം നമ്പേഴ്സ് അല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ബിഗർ നമ്പറിന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ചെറിയ ചെറിയ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ട് അതുമായിട്ട് ഡിവിസിബിൾ ആണോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ അങ്ങനെ എടുക്കുന്ന രണ്ട് നമ്പേഴ്സ്, 2 or 3 നമ്പേഴ്സ് വാട്ട് എവർ, അതെന്തായിരിക്കണം? റിലേറ്റീവ്ലി കോ പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്താം. അപ്പോൾ 45ന്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 9ഉം 5ഉം എടുക്കുന്നത് പോലെ നിങ്ങൾക്ക് 3ഉം 15ഉം എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദാറ്റ്സ് ദി ഐഡിയ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ പറയുന്ന നമ്പർ എന്ന് പറയുന്നത് 9 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ 5 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. അത് നമുക്ക് ജസ്റ്റ് എയും ബിയും ഒന്ന് എഴുതി കൊടുക്കാം. എ ഉണ്ട് ഇവിടെ, ബി ഉണ്ട് ഇവിടെ. അപ്പൊ എക്ക് എന്ത് വാല്യൂ വരുന്ന സമയത്ത് ബിക്ക് എന്ത് വാല്യൂ വരാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ഓർഡർഡ് പെയർ പോലെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒരു നമ്പർ 5ഉമായിട്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താ? നിങ്ങൾ 5ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയേ. 5, 10, 15, 20, 25, 30. എന്താ നിങ്ങൾക്ക് അവിടെ കാണുന്ന ഒരു കോമൺ പാറ്റേൺ? ഒന്നിക്കൽ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കാം. ഈ രണ്ട് കണ്ടീഷൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു കേസ് ഞാൻ ബിന്റെ വാല്യൂ 0 ആവുന്ന കേസ് ഇടാണ്. യൂണിറ്റ് ഡിജിറ്റ് 0 ആവുന്ന കേസ് ഞാൻ എന്ത് ചെയ്യാണ്, പരിഗണിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ വാല്യൂ എന്തൊക്കെ ആവാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഡിവിസിബിൾ ആയി, ബിന്റെ വാല്യൂ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 കൊണ്ട് ഡിവിസിബിൾ ആയി. ഇനി എന്തുകൊണ്ടാണ് ഡിവിസിബിൾ ആക്കേണ്ടി? ഇനി 9 കൊണ്ടാണ് ഡിവിസിബിൾ ആക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് 9ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക? എല്ലാ ഡിജിറ്റും കൂടി ആഡ് ചെയ്തിട്ട് അത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ 9ന്റെ ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ 7 + 4 എന്ന് പറയുന്നത് 11 ആണ്. 11 + 3 14 ആണ്. ഇനി 14 + ബിന്റെ വാല്യൂ നമ്മൾ കൊടുത്തത് 0 ആണ്. 14 + 0 14 തന്നെയാണ്. അപ്പൊ 14ലേക്ക് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആവുക? 14ലേക്ക് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ്? 4 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അല്ലേ? 14 + 4 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ ബിന്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് എന്റെ വാല്യൂ എന്ത് ചെയ്യാം? 4 ആവാം. ഇനി എന്റെ അടുത്ത വാല്യൂ നമുക്ക് എത്ര ആവാൻ പറ്റുക? എന്റെ അടുത്ത വാല്യൂ നമുക്ക് 13 ആണ് ആവാൻ പറ്റുക. ബട്ട് 13 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 13ൽ 2 ഡിജിറ്റ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡിജിറ്റ് നമുക്ക് പറ്റുള്ളൂ. 13ൽ 2 ഡിജിറ്റ് ഉണ്ട്, 1ഉം 3ഉം ഉണ്ട്. ആ 2 ഡിജിറ്റ് നമുക്ക് പറ്റില്ല. അപ്പോ ബി 0 ആവുന്ന കേസിൽ എക്ക് ഒരു വാല്യൂ മാത്രമേ പോസിബിൾ ആവുള്ളൂ, ദാറ്റ്സ് 4. ബി 0 ആണെങ്കിൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി ബിക്ക് 0 മാത്രമാണോ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ? അല്ല, ബിക്ക് ഏതും കൂടി പറ്റും? 5ഉം കൂടി പറ്റും. അപ്പൊ 5 കൊടുത്തു നോക്കാം. ബിക്ക് 5 കൊടുത്തു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 9ന്റെ മൾട്ടിപ്പിൾ ആവണം. അപ്പോ 7 + 3 10 ആണ്. 10 + 4 14 ആണ്. 14 + ബിന്റെ വാല്യൂ 5 ആണ്. ദാറ്റ് മീൻസ് 19. 19ലേക്ക് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അതൊരു 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടുക? 9, 18, 27. ദാറ്റ് മീൻസ് 19ലേക്ക് 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തും? കൃത്യമായിട്ട് 27ലേക്ക് അല്ലെങ്കിൽ 9ന്റെ അടുത്തൊരു മൾട്ടിപ്പിളിലോട്ട് എത്തും. ദാറ്റ് മീൻസ് 8. എന്റെ വാല്യൂ 8. ബിന്റെ വാല്യൂ 5 ആവുന്ന സമയത്ത് എന്റെ വാല്യൂ 8 ആവും. എക്ക് ഇനി അടുത്തൊരു വാല്യൂ പോസിബിൾ ആണോ? ബിന്റെ വാല്യൂ 5 വെച്ചുകൊണ്ട് തന്നെ എക്ക് അടുത്തൊരു വാല്യൂ പോസിബിൾ ആണോ? ഇല്ല. കാരണം ഇനി അടുത്തൊരു വാല്യൂ ഏതായിരിക്കും വരിക? 17 ആണ് വരിക. 17 2 ഡിജിറ്റ് ആണ്. നമുക്ക് 2 ഡിജിറ്റ് പറ്റില്ല, സിംഗിൾ ഡിജിറ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ ഈ രണ്ട് കേസ് ആണുള്ളത്. എന്റെ വാല്യൂ 4 വരുന്ന സമയത്ത് ബിന്റെ വാല്യൂ 0 വരാം. എന്റെ വാല്യൂ 8 വരുന്ന സമയത്ത് ബിന്റെ വാല്യൂ ഇത് വരാം
5 വരാം. ഈ 2 കേസസ് ആണ് നമുക്ക് അവിടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/2 plus 1/6 plus 1/12 plus 1/20 plus 1/30 plus 1/42. ഇത് എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ദിസ് ഈക്വൽ ടു എക്സ് ആണെന്ന് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ താഴേക്ക് ഇറക്കി എഴുതാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/6 പ്ലസ് 1/12 പ്ലസ് 1/20 പ്ലസ് 1/30 പ്ലസ് 1/42. ഈ 42 അവിടെ നിൽക്കട്ടെ, ബാക്കി നമ്പേഴ്സ് ഒന്ന് നോക്കാം. 2, 6, 12, 20, 30. ഇതിന്റെ കൽസ്യം എന്താ? 60 ആണ്. നമുക്ക് ആ നമ്പേഴ്സ് നോക്കുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ട്, കാരണം ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. ഇതിന്റെ എൽസിയം എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ ഞാൻ ഓരോ ടൈമിനെയും 60 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓരോ ടൈമിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് വേറെ കളർ കൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെയും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും ചെയ്തു, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 60x ഇസ് ഈക്വൽ ടു 60/2 30 ആണ്, 60/6 10 ആണ്, 60/12 5 ആണ്, 60/20 3 ആണ്, 60/30 2 ആണ്, 60/42 രണ്ടിനെയും നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 10 വരും, ഇവിടെ 7 വരും. അപ്പൊ 10/7 കിട്ടി, 10/7. ഓക്കെ, സോ 60x ഇസ് ഈക്വൽ ടു 30 + 10 40 ആണ്, 40 + 5 45, 48 50, 50 + 10/7. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 60x ഇസ് ഈക്വൽ ടു 5 × 7 35 ആണ്. ദാറ്റ് മീൻസ് 350 + 10 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ 60x ഇസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 7. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 7 × 60. ഓക്കെ, 360 എത്ര 60 ഉണ്ട്? 6 ആണ്. 60 എത്ര 60 ഉണ്ട്? 1 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, മേ ബി വേറെ മെത്തേഡ്സ് ഉണ്ടാവാം. നിങ്ങൾക്ക് ഡയറക്ട്ലി ഇത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോവാം. ഇറ്റ്സ് യുവർ വിഷ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് സിംപ്ലി അല്ലെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, ആ ഒരു വേയിൽ നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാവുന്നതാണ്. മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ ബോട്ട് ആൻ ആർട്ടിക്കിൾ ആൻഡ് സോൾഡ് ഇറ്റ് അറ്റ് എ ലോസ് ഓഫ് 10%. ഓക്കെ, ഹാഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ 60 more, he would have made a profit of 15%. Find the cost price. ഓക്കെ, ക്വസ്റ്റ്യൻ പറയുന്നത് ഒരാൾ ഒരു ആർട്ടിക്കിൾ വാങ്ങി അത് 10% ലോസിന് സെല് ചെയ്തു. ഓക്കെ, ഒരു 60 രൂപയും കൂടി കൂട്ടിയിട്ടാണ് അദ്ദേഹം സെല് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം 15% പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ നോർമലി അറ്റൻഡ് ചെയ്യാറുള്ളത് കോസ്റ്റ് പ്രൈസിനെ ഒരു 100x ആക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ്. കോസ്റ്റ് പ്രൈസിനെ ഒരു 100x ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100x. ഇനീഷ്യൽ കേസിൽ അദ്ദേഹം സെല് ചെയ്തത് എത്രയായിരിക്കും? 90x. കാരണം എന്താണ്? അദ്ദേഹത്തിന് 10% ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 100x നിന്ന് 10% ലോസ് ആവുന്ന സമയത്ത് അത് 90x ആയി. ആ 90x അദ്ദേഹം വിറ്റിട്ടുണ്ടാവുക. ഇനി അദ്ദേഹം രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഒരു 60 രൂപക്കും കൂടിയാണ്, ഒരു 60 രൂപയും കൂടി എക്സ്ട്രാക്കാണ് കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15% ആകുമായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞൂടെ, 90x + 60 എന്ന് പറയുന്നത് 115x അല്ലേ? ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? ജസ്റ്റ് നോക്കാം. ഇതാണ് അദ്ദേഹം രണ്ടാമത് വിൽക്കുന്ന പ്രൈസ്. രണ്ടാമത് വിൽക്കുന്ന സമയത്ത്, അതായത് പൈസ കൂട്ടി വിൽക്കുന്നത്, അദ്ദേഹത്തിന് 15% പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇവിടുന്ന് ലോസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? സിപിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ്, CP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്, നമ്മൾ ചെലവാക്കുന്ന തുക അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് എത്രയാണ് ലോസ് എന്നുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 15% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 100ന്റെ 15% എത്രയാണ്? 15 തന്നെയാണ്. അപ്പൊ അതിലേക്ക് 15 ആഡ് ചെയ്യുക, 115x ആയിട്ട് മാറി. ഇതാണ് അദ്ദേഹത്തിന്റെ പുതിയ വില എന്ന് പറയുന്നത്, അദ്ദേഹം വിൽക്കുന്ന വില എന്ന് പറയുന്നത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് 115x മൈനസ് 90x ഇസ് ഈക്വൽ ടു 60. ഓക്കെ, 115x മൈനസ് 90x ദാറ്റ് മീൻസ് 25x ആണ്. 25x ഇസ് ഈക്വൽ ടു 60. അങ്ങനെയാണെങ്കിൽ x ഇസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 25. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 60ൽ എത്ര 5 ഉണ്ട്? 12 ആണ്. 25ൽ എത്ര 5 ഉണ്ട്? 5 ആണ്. അപ്പോൾ x ഇസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നുള്ളതാണ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100x ആണ്. അപ്പോൾ സി പി ഇസ് ഈക്വൽ ടു 100x ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 5 ആണ്. 12 ഡിവൈഡ് ബൈ 5 ആണ്. 100 ഡിവൈഡഡ് ബൈ 5 20 ആണ്. 20 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 240 റുപ്പീസ് ആണ് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചിലവായ തുക എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 245 ആൻഡ് 1029 ലീവിംഗ് ദ സെയിം റിമൈൻഡർ ഇൻ ബോത്ത് കേസസ്. അപ്പോൾ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, 245ഉം അതുപോലെ തന്നെ 1029ഉം. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ n എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾ കൺസിഡർ ചെയ്തോ. ആ എന്നുമായിട്ട് നിങ്ങൾ 245നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും 1029നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരേ റിമൈൻഡർ കിട്ടുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ മാക്സിമം വാല്യൂ എത്ര? എന്നിന്റെ പല വാല്യൂസ് ഉണ്ടാവാം. ഓക്കെ, എന്നിന്റെ മാക്സിമം വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളോട് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ? 245നെ നിങ്ങൾ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, അപ്പൊ നിങ്ങൾക്ക് ഒരു റിമൈൻഡർ കിട്ടും. 1029നെയും അതേ നമ്പർ കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യാണ്, അപ്പോഴും നിങ്ങൾക്ക് ഒരു റിമൈൻഡർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിന്റെ ഏറ്റവും മാക്സിമം പോസിബിൾ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് 245 നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 245 ഈക്വൽ ടു d ഇൻറ്റു Q1 പ്ലസ് R എന്ന് പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ 16 ഡിവൈഡഡ് ബൈ 3 എന്ന് ഞാൻ ചെയ്യാണ്. 16 ഡിവൈഡ് ബൈ 3 തന്നെ 5 ആണ്. 5 ഇൻറ്റു 3 15, ബാക്കി റിമൈൻഡർ 1 വന്നു. അപ്പോൾ 16 എനിക്ക് 16 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 പ്ലസ് 1 എന്നുള്ള രൂപത്തിൽ പറയാൻ പറ്റുമല്ലോ. ആ സെയിം ലോജിക്കൽ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. d ഇൻറ്റു ക്വസ്റ്റ്യൻ 1 പ്ലസ് റിമൈൻഡർ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1029 ഞാൻ എന്തെടുക്കുക? 1029. അവിടെ d സെയിം തന്നെയാണ്, കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ എന്താണ്? സെയിം ആണ്. ബട്ട് അവിടെ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെന്ത് സെയിം ആണ്? റിമൈൻഡറും സെയിം തന്നെയാണ്. ഇനി ഞാൻ ഈ ഒരു ഇക്വേഷൻ മൈനസ് ചെയ്യാം. അതായത് ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഞാൻ ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെ മൈനസ് ചെയ്യാണ്. ഓക്കെ, എനിക്കെന്താ കിട്ടുക? ഓക്കെ, 1029 മൈനസ് 245 ഇസ് ഈക്വൽ ടു d ഇൻറ്റു Q2 മൈനസ് d ഇൻറ്റു Q1 പ്ലസ് R മൈനസ് R. ഓക്കെ, ഇത്രയാണല്ലോ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ 1029 മൈനസ് 245 എന്ന് പറയുന്നത് എത്രയാണ്? 784 ആണ്. 784 ഇസ് ഈക്വൽ ടു R മൈനസ് R എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടുന്ന് d നമുക്ക് കോമൺലി പുറത്തേക്ക് എടുക്കാം. d ഇൻറ്റു Q2 മൈനസ് Q1 എന്നായി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? 784ന്റെ ഒരു ഫാക്ടറാണ് d എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ്, അതായത് ഡിന്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഡിന്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് കാണാനുള്ളത്. ഡിയുടെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കാണാനുള്ളത്. അപ്പൊ ഡി എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് മനസ്സിലായി? 784ന്റെ ഒരു ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 784ന്റെ ഏറ്റവും വലിയ ഫാക്ടറിനെ കൺസിഡർ ചെയ്താൽ പോരെ? 784 എന്ന് പറയുന്ന നമ്പറിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാക്ടർ ഏതാണ്? ബിഗ്ഗസ്റ്റ് ഫാക്ടർ ഏതാ? അത് 784 തന്നെയാണ്. സോ ദ ആൻസർ ഈസ് 784. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. 245നെ നിങ്ങൾ 784 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. യുവർ റിമൈൻഡർ വിൽ ബി 245. അതുപോലെ തന്നെ 1029നെയും നിങ്ങൾ 784 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. യുവർ റിമൈൻഡർ വിൽ ബി 245. രണ്ട് കേസിലും നിങ്ങൾക്ക് വരുന്ന റിമൈൻഡർ സെയിം ആണ്. നിങ്ങൾ അവിടെ ഡിവൈഡ് ചെയ്യുന്ന നമ്പറും സെയിം ആണ്, 748. ഓക്കെ, ക്ലിയർ ആണോ? സോറി ലാസ്റ്റത്തെ ഭാഗം.
അതുപോലെ തന്നെ നിങ്ങളവിടെ ഡിവൈഡ് ചെയ്യുന്ന നമ്പറും സെയിം ആണ് 784. ഓക്കെ, ക്ലിയർ ആണോ? അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. മൂവിങ് ഓൺ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് 2.5 ഇൻറ്റു 3.6 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 45, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ജസ്റ്റ് ഡെസിമൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ജസ്റ്റ് നോക്കാം. 2.5 ഇൻറ്റു 3.6 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 45. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ 2.5 ഇൻറ്റു 3.6. ഒന്നും കൂടി കാൽക്കുലേഷൻ പരിപാടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. കാരണം ഇവിടെ ഡെസിമലിന് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ട്, ഇവിടെയും ഡെസിമലിന് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 45 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 36 ഇങ്ങനെ കിട്ടും. ഓക്കെ, 100 ഡിവൈഡഡ് ബൈ 25 എത്രയാണ്? 4 ആണ്. 45 എത്ര 9 ഉണ്ട്? 5 ആണ്. 36 എത്ര 9 ഉണ്ട്? 4 ആണ്. ഓക്കെ, 4ഉം ക്യാൻസൽ ചെയ്തു. ദ അൾട്ടിമേറ്റ് ആൻസർ ഈസ് 5. ഓക്കെ, എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 5 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സം ഓഫ് 1000 ഈസ് ലെൻഡ് ഇൻ 2 പാർട്സ്, one at 8% per annum and the other at 10% per annum. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഇഫ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഫോർ 1 year ഈസ് 880, ഫൈൻഡ് ദ 2 പാർട്സ്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് 100 രൂപ നിക്ഷേപിക്കുകയാണെന്ന് വിചാരിച്ചു. ബാങ്ക് പറയാണ് 10% ആണ് നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വർഷം കഴിയുന്ന സമയത്ത് 100ന്റെ 10% എന്ന് പറയുന്നത് 10 ആണ്. നിന്റെ കയ്യിൽ 110 രൂപ ഉണ്ടാവും. രണ്ടാമത്തെ വർഷം ആകുന്ന സമയത്ത് 120 ഉണ്ടാവും. കാരണം ഒന്നാമത്തെ വർഷത്തെ പലിശ 10 രൂപ, രണ്ടാമത്തെ വർഷത്തെ പലിശയും 10 രൂപ, മൂന്നാമത്തെ വർഷം ആകുമ്പോൾ 130. അങ്ങനെ ആയിരിക്കും. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ എന്തെയില്ല, നിങ്ങളുടെ പലിശ തുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന്റെ തുക എന്തെയില്ല, ഓരോ വർഷവും മാറില്ല. നിങ്ങൾക്ക് സെയിം ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, അൺലെസ് നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപ തുക മാറ്റിയിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ആ രൂപത്തിൽ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു P ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡഡ് ബൈ 100 എന്നാണ്. ഇവിടെ P ഉദ്ദേശിക്കുന്നത് എത്ര രൂപയാണോ നിങ്ങൾക്ക് കടം കൊടുത്തത് അല്ലെങ്കിൽ നിക്ഷേപിച്ചത്, ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് P ഉദ്ദേശിക്കുന്നത്. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്കാണ്. T എന്ന് പറയുന്ന ടൈം പീരീഡ്, മേജർലി നമ്മൾ ഇയേഴ്സിലാണ് പറയാനുള്ളത്, എത്ര വർഷത്തേക്കാണെന്നുള്ളത്. അപ്പൊ ഇവിടെ 2 കേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. ബട്ട് നമുക്ക് ഫസ്റ്റത്തെ കേസിൽ എത്രയാണ് നിക്ഷേപിച്ചതെന്ന് അറിയില്ല, രണ്ടാമത്തെ കേസിലും എത്രയാണ് നിക്ഷേപിച്ചതെന്ന് അറിയില്ല. ടോട്ടൽ കിട്ടിയ പലിശ നമുക്കറിയാം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഫസ്റ്റ് ഒരു എക്സ് റുപ്പീസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിക്ഷേപിച്ചിട്ടുള്ളത് വിചാരിക്കുക. എക്സ് ഇൻറ്റു അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫസ്റ്റത്തെ കേസിൽ 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം പീരീഡ് 1 year ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 1 year ഫോർ 1 year ആണ്. അപ്പോൾ 1 into 1 കൊടുക്കണം എന്നില്ല, കാരണം 8 into 1 എന്ന് പറഞ്ഞാലും 8 തന്നെയാണ്. ഡിവൈഡഡ് ബൈ 100 പ്ലസ് രണ്ടാമത്തെ കേസിൽ പൈസ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10,000 മൈനസ് എക്സ് ആയിരിക്കും. 10,000 മൈനസ് എക്സ് ആയിരിക്കും. ഇൻറ്റു അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10 ആണ് അല്ലെ, 10% per annum ആണ്. ഡിവൈഡഡ് ബൈ 100. ഈ രണ്ട് പലിശ കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ അദ്ദേഹത്തിന് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് 880 ആണ്. ഓക്കെ, ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണല്ലോ, കാരണം ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ അതിന് നമുക്ക് 100നെ നേരെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 8 into x 8x ആണ്. നോക്കുക, 8 into x 8x ആണ്. പ്ലസ് 10 into 10,000 1 lakh ആണ് വരിക. മൈനസ് 10 into x 10x. ഓക്കെ, ഈ 100നെ ഈ 200നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 200നെ തന്നെ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണ്ട, നമുക്ക് അവിടെ ഡിനോമിനേറ്റർ കോമൺ ആയിട്ടാണ് വരിക. സോ 880 into 100 ദാറ്റ് മീൻസ് 88000 ഇത്രയാണ് വരിക. ഓക്കെ, 8x മൈനസ് 10x ദാറ്റ് മീൻസ് മൈനസ് 2x ആണ്. മൈനസ് 2x പ്ലസ് 1 lakh 100 1000 10,000 1 lakh is equal to 88,000. ഓക്കെ, മൈനസ് 2x അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പോസിറ്റീവ് 2x ആവും. അതുപോലെ തന്നെ ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നെഗറ്റീവ് ആവും. അപ്പോൾ 1 lakh മൈനസ് 88,000 ഈസ് ഈക്വൽ ടു 2x. ഓക്കെ, 1 lakh 88,000 കുറച്ച് കഴിഞ്ഞാൽ എത്ര രൂപയാണ്? 12,000 ആണ്. അപ്പോൾ 12,000 ഈസ് ഈക്വൽ ടു 2x.
അങ്ങനെയാണെങ്കിൽ x is equal to 12,000 divided by 2 is equal to 6,000. അപ്പോൾ ആദ്യത്തെ ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ഇതിൽ നോക്കാം, ഇതിൽ ഫസ്റ്റത്തെ കേസിൽ എക്സ് റുപ്പീസ് ആണ് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു കേസിൽ 6,000 രൂപയാണ് അല്ലെ, 6,000 റുപ്പീസ് ആണ് നിക്ഷേപിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കേസിലാണെങ്കിലോ ടോട്ടൽ 10,000 ആണ്, ഫസ്റ്റത്തേതിൽ 6,000 ആണ്, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേതിൽ 4,000. കാരണം അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 10,000 ടോട്ടൽ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്കീമുകളിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെ ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 200 ആർ ഡിവിസിബിൾ ബൈ നൈദർ 2 nor 3 nor 5? അപ്പോൾ 200 താഴെയുള്ള എത്ര നാച്ചുറൽ നമ്പേഴ്സ് ആണ്, എന്ത് കണ്ടീഷനാണ്, അവർ 2 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കരുത്, 5 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കരുത്, അതുപോലെ തന്നെ 3 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കരുത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് 2 കൊണ്ടോ അല്ലെങ്കിൽ 3 കൊണ്ടോ അല്ലെങ്കിൽ 5 കൊണ്ടോ ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2 കൊണ്ട് മാത്രം ഡിവിസിബിൾ ആയിട്ടുള്ള അവിടെ ആകെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും ടോട്ടല്? 200 എന്ന് പറയരുത്, ലെസ് ദാൻ 200 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 മുതൽ 199 വരെയുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. 1 to 199 വരെയുള്ളത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ടോട്ടൽ 199 നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. അതിൽ 2 ഡിവിസിബിൾ ആവുന്നത് എത്ര നമ്പേഴ്സ് ആണ്? 99 നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. കാരണം 200 കൂടി വരുന്ന സമയത്താണ് 100 നമ്പേഴ്സ് ഉണ്ടാവുക. ഓക്കെ, 2, 4, 8 അങ്ങനെ വരുന്ന സമയത്ത് 198 വരെയാണ് ലാസ്റ്റ് വരിക. 3 ഡിവിസിബിൾ ആവുന്നതോ? 3 ഡിവിസിബിൾ ആവുന്നത് ഏകദേശം എത്ര വരും? 180 വരെയാണെങ്കിൽ 60 ആണ്. നെക്സ്റ്റ് 195 വരെയാണെങ്കിൽ 65, 66 ഉണ്ടാവും. ഓക്കെ, ഇനി 5 ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 10 നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. 199 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് 19.9 ആണ്. ദാറ്റ് മീൻസ് 19 നമ്പേഴ്സ്. ഇവിടെ 5 നമുക്ക് ആൻസർ എന്താ കിട്ടുക? 39 ആണ് കിട്ടുക അല്ലേ? 199 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് 39 പോയിന്റ് സംതിങ് ആണ്. ദാറ്റ് മീൻസ് ടോട്ടൽ എത്ര നമ്പേഴ്സ് ആണ്? 39 നമ്പേഴ്സ് ആണ്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ തന്നെ കോമൺ ആയിട്ടുണ്ടാവില്ലേ? ഇപ്പൊ 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവില്ലേ? ഓക്കെ, 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിന്ന് മൈനസ് ചെയ്യണ്ടേ? ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് 6 എന്ന് പറയുന്ന നമ്പർ അത് 2ന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ള രൂപത്തിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ള രൂപത്തിൽ ഇവിടെയും കൺസിഡർ ചെയ്തിട്ടില്ലേ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണ്ടേ? ഓക്കെ, അപ്പോൾ 2ന്റെയും 3ന്റെയും കേസ് നോക്കാം. 2ന്റെയും 3ന്റെയും കേസിൽ അതായത് 2ന്റെയും 3ന്റെയും എൽസിയം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 199 എത്ര 6 ഉണ്ട്? ഏകദേശം 10, 20, 30, 31, 32, 33 ആണ്. 33. ഇനി 2ന്റെയും 5ന്റെയും എൽസിയം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 19 നമ്പേഴ്സ് ആണ് ആ ഒരു കേസിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ 3ന്റെയും 5ന്റെയും എൽസിയം എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ എത്ര 15 ഉണ്ടാവും? 150 വരെ 10, പിന്നെ 165 11 ആയി, 180 12 ആയി, 195 13 ആയി, 13. ഓക്കെ, ഇനി ഈ മൈനസ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ മൈനസ് ചെയ്യാണ്, ഇത് നമ്മൾ ആഡ് ചെയ്യാണ്, ഇത് നമ്മൾ മൈനസ് ചെയ്യാണ്, ഇതിൽ നിന്ന് മൈനസ് ചെയ്യാണ്. ഈ മൈനസ് ചെയ്യുന്ന സമയത്ത് ഇത് 3നും കൂടി കോമൺലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവില്ലേ? അതിനെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 തവണ ഒഴിവാക്കുന്നില്ലേ? അപ്പോൾ അതെന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇതിന്റെ 3നും കൂടി ഡിവിസിബിൾ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഒക്കെ 2ന്റെയും 3ന്റെയും 5ന്റെയും എൽസിയം എന്ന് പറയുന്നത് 6 × 5 30 ആണ്. 199 എത്ര 30 ഉണ്ട്? 30, 60, 90, 120, 150, 180. ദാറ്റ് മീൻസ് 6 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 6 എന്ത് ചെയ്യണം? തിരിച്ചതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 99 + 66 ദാറ്റ് മീൻസ് 165 ആണ്. 165 + 30 195 ആണ്. 195 + 9 204 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഈ ഒരു 3 എണ്ണം. ഓക്കെ, 30 + 10 40 ആണ്. 40 + 10 50 ആണ്. 50 + 9 59 ആണ്. 59 + 3 62 ആണ്. 62 + 3 65 ആണ്. 65 മൈനസ് ചെയ്യുക. അതിലേക്ക് എന്താ ആഡ് ചെയ്യണം? ഈ ഒരു 6 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കുക. 204 മൈനസ് -65 + 6 ദാറ്റ് മീൻസ് -59 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 204ൽ നിന്ന് 59 മൈനസ് ചെയ്യണം. 204ൽ നിന്ന് 60 മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ 144 ആയിരിക്കും. പക്ഷെ നമുക്ക് 60 മൈനസ് ചെയ്യേണ്ട, 59 മൈനസ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ 145 ആയിരിക്കും.
സോ ഈ 145 ആണോ നമ്മുടെ ആൻസർ? 145 അല്ല. നിങ്ങൾ നോക്കുക, ടോട്ടൽ 199 നമ്പേഴ്സ് ഉണ്ട്. ആ 199 നമ്പേഴ്സിൽ 145 നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നിക്ക 2ന്റെയോ അല്ലെങ്കിൽ 3ന്റെയോ അല്ലെങ്കിൽ 5ന്റെയോ എന്താണ് മൾട്ടിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 199 നമ്പേഴ്സ് എന്ത് ചെയ്യുക? ഇതിനെ കുറക്കുക. 199 നിന്ന് 145 കുറക്കുക. ദാറ്റ് മീൻസ് ദ ആൻസർ ഈസ് 54. 54 നമ്പേഴ്സ് ആണ് നമുക്ക് പറയുന്ന കണ്ടീഷൻ ഉള്ളത്. എന്താ പറയുന്ന കണ്ടീഷൻ? ലെസ് ദാൻ 200 താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ 2മായിട്ടോ 3യുമായിട്ടോ അല്ലെങ്കിൽ 5യുമായിട്ടോ ഡിവിസിബിൾ ആവാത്ത നമ്പേഴ്സ്, ഇത് മൂന്നിൽ ഒന്നുമായിട്ടോ എന്ത് ചെയ്യരുത്? ഡിവിസിബിൾ ആവരുത്. അങ്ങനെ കണ്ടീഷനിലുള്ള നമ്പേഴ്സ് ആണ് പറയുന്നത്. സോ ദ ആൻസർ ഈസ് 54. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ വിച്ച് വെൻ മൾട്ടിപ്ലൈഡ് ബൈ 33 gives a product considering entirely of sevens. അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളോട് പറയുന്നത് ഒരു നമ്പർ, ഞാൻ ആ നമ്പറിനെ എക്സ് എന്ന് വിളിക്കുകയാണ്. ആ എക്സിനെ ഞാൻ 33 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 7777, അങ്ങനെ എത്ര 7 ഉണ്ട് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സിന്റെ സ്മോളസ്റ്റ് വാല്യൂ എത്രയാന്നുള്ളതാണ്. ഓക്കെ, എക്സിനെ 33 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 7777 അങ്ങനെ പോകണം. എത്ര 7 ഉണ്ട് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഈ ഒരു ക്വസ്റ്റ്യൻ ഇനീഷ്യലി കിട്ടുന്ന സമയത്ത് കൈൻഡ് ഓഫ് ക്ലൂലെസ് ആയിരിക്കും എങ്ങനെ ഇതിനെ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. ബട്ട് ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 33 കൊണ്ടാണ് ആണല്ലോ. അതിൽ ആർക്കും കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ നമുക്ക് 33 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? കൃത്യമായിട്ട് ഒരു റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ഇവിടെ ഒരു നാച്ചുറൽ നമ്പറാണ്. ആ നാച്ചുറൽ നമ്പറിനായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 33 എന്ത് ചെയ്യുന്നത്? 33 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദിസ് നമ്പർ ഡിവൈഡഡ് ബൈ 33 ചെയ്താലും നമുക്ക് എന്ത് ചെയ്യില്ല? കൃത്യമായിട്ട് റിമൈൻഡർ ഒന്നും തന്നെ വരില്ല. അപ്പൊ ഈ ഒരു നമ്പർ 33 ഡിവിസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആവണം? 3 കൊണ്ടും ഡിവിസിബിൾ ആവണം, അതുപോലെ തന്നെ 11 കൊണ്ടും ഡിവിസിബിൾ ആവണം. 3 കൊണ്ടും ഡിവിസിബിൾ ആവണം, അതുപോലെ തന്നെ 11 കൊണ്ടും ഡിവിസിബിൾ ആവണം. അപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഒരു നമ്പറിലെ എല്ലാ ഡിജിറ്റ്സിന്റെയും സം എടുത്തുകൊണ്ട് ആ സമ്മ് 3ന്റെ മൾട്ടിപ്പിൾ ആവണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം. 7 മാത്രമേ ഉള്ളൂ, എന്തായാലും 3 കൊണ്ടും ഡിവിസിബിൾ അല്ല. 77, 7 + 7 എന്ന് പറഞ്ഞാൽ 14 ആണ്, പറ്റില്ല. അടുത്തൊരു 7 വന്നു, 7 + 7 + 7 21 ആണ്. അപ്പോൾ 21 എന്ന് പറയുമ്പോൾ അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 777 നമ്മുടെ ആൻസർ ആവുമോ? അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് നോക്കി ഓക്കെ ആണ്. 11ന്റെ മൾട്ടിപ്പിൾ ആവണം. 11ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ഓൾട്ടർനേറ്റീവ് ഡിജിറ്റ്സ് ആഡ് ചെയ്ത് ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും എനിക്കറിയാം. സിമ്പിളായിട്ട് ഇങ്ങനെ, ഇപ്പോൾ 7 + 7 തന്നെ ഓൾട്ടർനേറ്റീവ് അല്ലേ? ഇപ്പോൾ ഏതൊക്കെ പൊസിഷനിൽ നമ്മൾ എടുത്തു? ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള പൊസിഷൻ 7 + 7 തന്നെ 14 ആണ്. ബാക്കിയുള്ളതിന് വേറെ ആഡ് ചെയ്യാം. ഓക്കെ, 14 - 7 എന്ന് പറഞ്ഞാൽ 7 ആണ്. ഈ കിട്ടുന്ന ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒന്നിക്കൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 22 ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും നമ്പർ ആയിരിക്കണം. ഇവിടെ അങ്ങനെയാണോ? അല്ല. അവിടെ നിന്ന് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടുന്നൊരു ടേക്ക് അവേ ഉണ്ട്. നമുക്ക് കിട്ടുന്ന ഈ ഒരു 7 റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു നമ്പർ, അതിലെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഈവൺ ആയിരിക്കും. അതായത് 3ഓ 5ഓ 7ഓ, ഇപ്പോൾ ഇവിടെ 3 7കളാണല്ലേ, 3 7 7 7 അങ്ങനെയാണ് വെച്ചത്. ഞാൻ 5 7 വെച്ചു, 7 7 7 7 7. അങ്ങനെയുള്ള ആൻസർ നമുക്ക് വരില്ല. നമുക്ക് ഈവൺ നമ്പർ ഓഫ് 7s ആണ് വരിക. എന്തായിരിക്കും അതിൻ്റെ ലോജിക്ക്? എന്തുകൊണ്ടാണ് ഈവൺ നമ്പർ ഓഫ് 7s വരുന്നത്? സിമ്പിളായിട്ട്, ഇപ്പോൾ ഓഡ് നമ്പർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 7 7 വരും, ഇവിടെയും 7 ആണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് ഒരു 7 മാത്രം നമുക്ക് ആൻസർ ആയിട്ട് വരും. നേരെ മറിച്ച് ഈവൺ നമ്പർ ആയിട്ടാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്ക്, ഈവൺ നമ്പർ ആയിട്ട് 7 7 7 7, ഈ 7 ആഡ് ചെയ്തു 14 ആണ്, ഈ 7 ആഡ് ചെയ്തു 14 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. ദാറ്റ് മീൻസ് 11ഉമായിട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈവൺ നമ്പർ ആയിരിക്കും നമുക്ക് ആൻസർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ ടേക്ക് അവേ? നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ ആവണം, അതുപോലെ തന്നെ 11ന്റെ മൾട്ടിപ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ ശ്രദ്ധിച്ചാൽ മതി. 7ന്റെ നമ്പർ ഈവൺ ആയിരിക്കണം. ഈവൺ നമ്പർ ഓഫ് 7s ഉണ്ടായിരിക്കണം. ഒന്നിക്കെ 2 ആവാം, 2 എന്തായാലും പറ്റില്ല എന്നുള്ള നമ്മൾ പ്രൂവ് ചെയ്തു. കാരണം 7 + 7 14 ആണ്, അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആവില്ല. അല്ലെങ്കിൽ നമുക്ക് 4 ആവണം, അല്ലെങ്കിൽ 6 ആവണം, 8 ആവണം, അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 എല്ലാം നമ്മൾ ഓൾറെഡി നോക്കിയ സ്ഥിതിക്ക് ഇനി 4 പറ്റും നോക്കാം. 7 7 7 7
ഓക്കെ, നിങ്ങൾ ഓഡ് നമ്പർ കൺസിഡർ ചെയ്യാൻ വേണ്ട, 7 7 7 വേണ്ട, അല്ലെങ്കിൽ 5 7 ഉള്ളത് അതൊന്നും വേണ്ട. ഓക്കെ, ഇവിടെ 7 + 7 14 ആണ്, 14 + 14 28 ആണ്. 2 7 കൂടി ഇട്ട് നോക്കാം. 28 + 14 42 ആണ്. 42 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ആണ്. 42 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് ഈവൺ നമ്പർ ആയതുകൊണ്ട് തന്നെ 11 കൊണ്ട് എന്താണ് കൃത്യമായിട്ട് ഡിവിസിബിൾ ആണ്. സോ ദ ആൻസർ ഈസ്, ഇത് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല, ആ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 777777. ഇതാണ് നമുക്ക് കാണാനുള്ളത്. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ആൻസർ വരാം. x × 33 = 777777. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താനാണ് നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഏതാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, x = 777777 / 33. അതിന് 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 77 എത്ര 33 ഉണ്ട്? 2 ആണ്. 2 × 33 66 ആണ്. ബാക്കി എത്ര വന്നു? 11 വന്നു. ഓക്കെ, അവിടുന്ന് ഒരു 7 ഇങ്ങോട്ട് ഇറക്കി എഴുതാം. 33 × 3 അല്ലേ? 33 × 3 ആണ് നമുക്ക് എത്ര വരിക? 99 വരിക. ബാക്കി ഇവിടെ എത്ര വരും? ബാക്കി 18 വരും. അപ്പോൾ നമ്മൾ ഇറക്കി ചെയ്ത അത്രയും നമ്പേഴ്സിനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ആകെ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു 7 നമ്മൾ നോക്കി, കാരണം 77 ആദ്യം തന്നെ നമ്മൾ നോക്കിയത്. അപ്പോൾ അങ്ങനെയാണ് 2 കിട്ടിയത്, പിന്നെ 66 കിട്ടിയത്, പിന്നെ ഈ ഒരു 17 നമ്മൾ ഇറക്കി എഴുതി. ഓക്കെ, അങ്ങനെ നമുക്ക് 99 വന്നത്. 99ഉം അതിൻ്റെ റിമൈൻഡർ ആയിട്ട് നമുക്ക് 18 വന്നു. ഇനി അടുത്തൊരു 7 ഇറക്കുക. ഓക്കെ, 187. 187ൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് നോക്കാം. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക, 330 ആണ്. 33 × 10 എന്ന് പറഞ്ഞാൽ 330 ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് ഏകദേശം എത്ര ആയിരിക്കും? 165 ആയിരിക്കും. അപ്പോൾ 165ലേക്ക് ഇനിയും ഒരു 33 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 190 സംതിങ്ങിൻ്റെ ഒക്കെ മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ആയിരിക്കും. ഓക്കെ, 5 × 33 165 ആണ്. ബാക്കി ഇവിടെ 22 വരും. ഒരു 7 ഇറക്കിയത്, ഈ ഒരു 7നെയും ഇറക്കിയത്. അപ്പോൾ 227 / 33. 227 / 33. ഓക്കെ, അപ്പോൾ 165 എന്ന് പറയുന്നത് 5 × 33 ആണ്. അതിലേക്ക് വീണ്ടും ഒരു 33 ആഡ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് മീൻസ് 198 ആണ്. ഓക്കെ, വീണ്ടും ഒരു 33 ആഡ് ചെയ്ത് കൊടുത്താൽ ഓക്കെ പോവില്ല. വീണ്ടും ഒരു 33 നമുക്ക് ആഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല. അപ്പോൾ ഇവിടെ 6 ആണ് വരിക. 6 × 33 എന്ന് പറയുന്നത് 198 ആണ്. ഇവിടെ 27ഉം പിന്നെ 2ഉം 29 വരും. ഓക്കെ, ഇപ്പോൾ 297. ഓക്കെ, ഇപ്പോൾ 297 എന്ന് പറയുന്നത് 9 × 33 ആണ്. 297 എത്ര 33 ഉണ്ട്? 9 ആണ്. സോ ദിസ് ഈസ് ദ ആൻസർ. 23569. 23569. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? അപ്പോൾ ആ 777777 ആണ് ആൻസർ എന്ന് വിചാരിച്ചിരിക്കരുത്. ക്വസ്റ്റ്യൻ എന്താണ് അൾട്ടിമേറ്റ്ലി നിങ്ങളോട് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പ്രൈസ് ഓഫ് എ മൊബൈൽ ഫോൺ ഈസ് റെഡ്യൂസ്ഡ് ബൈ 10%, then further reduced by 20%. ഓക്കെ, ഫൈൻഡ് ദ സിംഗിൾ ഇക്വലന്റ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. അതായത് എഫക്റ്റീവ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെയുള്ള കേസിലൊക്കെ 100 എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. കാരണം നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100ൽ എത്ര, പെർസെൻറ്റിലെ 100ൽ എത്ര എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ 100നെ എക്സാമ്പിൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 100 ആണ് നിങ്ങളുടെ മൊബൈലിൻ്റെ പ്രൈസ് എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് 10% കുറയുന്ന സമയത്ത് നമുക്ക് എത്രയായിട്ട് മാറും? 90 രൂപയായിട്ട് മാറും. ഈ 90 രൂപയിൽ നിന്ന് വീണ്ടും 20% കുറയാണ്. 90ന് 10% തന്നെ 9 ആണ്. അപ്പോൾ 20% തന്നെ 18. 20% കുറയുക എന്ന് പറയുമ്പോൾ 18 കുറയണം. ദാറ്റ് മീൻസ് 72 ആവും. അപ്പോൾ അൾട്ടിമേറ്റ്ലി 100 ഉണ്ടായിരുന്നത് 72ലെത്തി. എത്ര പെർസെൻറ്റേജാണ് കുറയുന്നത്? 28% ആണ് കുറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 28% ആണ്. സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെയാണെങ്കിൽ ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് 4-digit നമ്പർ which is exactly divisible by 12, 15 and 18. 12നോടും 15നോടും 18നോടും ഡിവിസിബിൾ ആവുന്ന ഏറ്റവും ചെറിയ 4-digit നമ്പർ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ LCM കണ്ടെത്തുക. LCM ഓഫ് 12, 15, 18. ഓക്കെ, 12ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 12 എന്ന് പറഞ്ഞാൽ 4 × 3 ആണ്. 4 എന്ന് പറഞ്ഞാൽ 2² ആണ്. അപ്പോൾ 2² × 3. 15ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 3 × 5 ആണ്. 18ൻ്റെതാണെങ്കിൽ 9 × 2 ആണ്. ഓക്കെ, 9 എന്ന് പറഞ്ഞാൽ 3² ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 2² × 3² × 5 ആണ് വരിക. 2² 4 ആണ്, 3² 9 ആണ്, × 5. 4 × 9 36 ആണ്. 36 × 5 = 180 ആണ്.
180. ഇതാണ് LCM വരിക. ഇനി എന്ത് ചെയ്യുക, 180യുടെ മൾട്ടിപ്പിളിൽ ഏറ്റവും സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാണ് വരിക എന്നുള്ളത് നോക്കാം. 180, 360. നമുക്ക് 360ന്റെ മൾട്ടിപ്പിൾ വേഗം എടുത്ത് പോവുക. 720, 720ലേക്ക് പിന്നെ ഒരു 180 ആഡ് ചെയ്യുന്ന സമയത്ത് 900, ഇതിലേക്ക് വീണ്ടും ഒരു 180 ആഡ് ചെയ്യുന്ന സമയത്ത് 1080. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ, 1080. ഇതാണ് ഈ ഒരു നമ്പേഴ്സ് കൊണ്ടൊക്കെ ഡിവിസിബിൾ ആവുന്ന ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. അടിപൊളി ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, വെറും അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ഞാൻ വിചാരിക്കുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കാം. സോ കൂടുതൽ ടോപ്പിക്സുമായിട്ട് കൂടുതൽ സെഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും